നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെഞ്ഞാറമൂട്ടിൽ നടന്ന കൂട്ടക്കൊലയും അതിലെ പ്രതിയായിട്ടുള്ള അഫാന്റെ സ്വഭാവവുമൊക്കെയാണ് ഇന്ന് എല്ലാവരും ഏറെ ചർച്ച ചെയ്യുന്ന വിഷയം. പ്രതി ഉമ്മയെ കൊന്നു എന്ന് തെറ്റിദ്ധരിച്ചതിൽ തുടങ്ങിയ കൊല അവസാനിച്ചത് സ്വന്തം സഹോദരനെയും ബന്ധുക്കളെയും കാമുകിയെയും പരലോകത്തേക്ക് എത്തിച്ചതോടെയാണ്. ഇതിൽ എവിടെ നിന്ന് തുടങ്ങിയതെന്നും എങ്ങനെയാണ് ഈ കൊല ചെയ്തത് എന്നതുമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലായി പ്രതി തെളിവെടുപ്പിലും ചോദ്യം ചെയ്യലിന്റെ ഒക്കെ ഇടയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ കൊലപാതകം നടന്ന അന്ന് മുതൽ നാട്ടുകാരെയൊക്കെ അലട്ടുന്ന ഒരു സംശയമുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ആ പെൺകുട്ടി എങ്ങനെയാണ് ആ വീട്ടിലേക്ക് എത്തിയത് എന്നുള്ളത്. അഫാന്റെ കൈയാൽ കൊല്ലപ്പെട്ട ഫർസാനയെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിയപ്പോൾ ഫർസാനയുടെ അയൽവാസികളിൽ ചിലർ അവരെ കണ്ടു എന്നതൊഴിച്ചാൽ അഫാന്റെ വീടിന് പരിസരത്ത് ഒരാൾ പോലും ഫർസാനയെയോ അഫാനെയോ ഒരുമിച്ച് കണ്ടിട്ടില്ല. ആ പെൺകുട്ടി ആ വീട്ടിലേക്ക് എത്തിയത് എങ്ങനെയാണ് എന്നത് അറിഞ്ഞിട്ടില്ല. ഇത് വളരെ ഞെട്ടലാണ് ഇവിടുത്തെ നാട്ടുകാരിൽ ഉണ്ടാക്കിയത്. ചുറ്റിലും വീടുകളും അവിടുത്തെ ആൾതാമസക്കാരും ഒക്കെയുള്ള ഈ ഒരു പ്രദേശത്ത് എങ്ങനെയാണ് ആരും അറിയാതെ ഈ പെൺകുട്ടിയെ അവിടേക്ക് എത്തിച്ചത് എന്ന് തന്നെയാണ് പലരും ചോദിച്ചത്. അഫാൻ കൊലപാതകത്തിനായി തിരഞ്ഞെടുത്ത അഫാന്റെ വീടിന് ചുറ്റിലും CCTV ക്യാമറകളടക്കം ഉണ്ട്. എന്നിട്ട് പോലും ഫർസാനയുടെ ഒരു സൂചനയും ലഭിച്ചിരുന്നില്ല. ഏറ്റവും തിരക്കേറിയ റോഡിലൂടെ ഫർസാനയെ വീട്ടിലെത്തിക്കാൻ അഫാൻ ചെയ്തത് എന്താണ് എന്നും വീടിന്റെ പരിസരത്തുള്ള ഒരു CCTVയിൽ പോലും ഫർസാന പെടാത്തത് എന്താണെന്നുമൊക്കെയായിരുന്നു ജനങ്ങളുടെ ചോദ്യം. ഇപ്പോൾ ഈ കാര്യത്തിലൊക്കെ ഒരു വ്യക്തത അഫാൻ തന്നെ നൽകുന്നുണ്ട് പോലീസിന് നൽകിയിട്ടുള്ള മൊഴിയിലൂടെ. അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അഫാൻ ഫർസാനയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് എന്നത് അഫാൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഗേറ്റ് പൂട്ടിയ ശേഷം താക്കോൽ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടെന്ന് മനസ്സിലായതോടെ മതിലിന്റെ താഴെ ഇഷ്ടിക അടുക്കി വെച്ച് അത് ചവിട്ടി മതിൽ ചാടിക്കടന്നാണ് ഫർസാനയുമായി അയാൾ അകത്തേക്ക് കയറിയത്. തുടർന്ന് ഫർസാനയെ വകവരുത്തിയിരുന്നു എന്ന് പോലീസിനോട് അഫാൻ പറയുകയാണ്. പണയം വയ്ക്കാൻ മാല നൽകിയെങ്കിലും അത് തിരികെ എടുക്കാൻ ബുദ്ധിമുട്ടിച്ചതുകൊണ്ടാണ് താൻ ഫർസാനയോട് പക കാണിച്ചത് എന്നാണ് അഫാൻ പറയുന്നത്. ഫർസാനയോട് കടുത്ത പക തനിക്ക് ഉണ്ടായിരുന്നുവെന്നും ആ പകയും വൈരാഗ്യവുമാണ് ഈ കൊലയിലേക്ക് എത്തിയതെന്നുമാണ് അഫാൻ പോലീസിന് നൽകിയിട്ടുള്ള മൊഴി. അഫാന് മാല നൽകിയെന്ന് ഫർസാനയുടെ വീട്ടിലറിഞ്ഞതിന് പിന്നാലെയാണ് പണയം വച്ചത് തിരികെ വേണമെന്ന് ഫർസാന നിർബന്ധം പിടിച്ചതെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അതായത് തുടക്കത്തിൽ തന്നെ താനും തന്റെ ബന്ധുക്കളും ഇല്ല എങ്കിൽ ഫർസാന ഒറ്റയ്ക്കാകുമെന്ന തോന്നലാണ് താൻ കാമുകിയെ കൊല്ലാനുള്ള കാരണമെന്ന് അഫാൻ നൽകിയിട്ടുള്ള തുടക്കത്തിലെ വാദമെല്ലാം പച്ചക്കള്ളമാണ് എന്ന് അഫാൻ തന്നെ ഇപ്പോൾ ഇവിടെ തെളിയിച്ചിരിക്കുകയാണ്. ഫർസാനയോടും അഫാൻ ഉണ്ടായിരുന്നത് തികച്ചും പക തന്നെയെന്ന് വ്യക്തമാകുകയാണ്. ആ കുട്ടിയുടെ മൃതദേഹം കണ്ടാൽ അറിയാം എത്രമാത്രം പക അവന്റെ ഉള്ളിൽ അവൻ കൊണ്ടു നടന്നിരുന്നു എന്ന്. കൊലപാതക കഥകളൊക്കെ തന്നെ കാമുകിയോട് വിവരിച്ചതിന് ശേഷമാണ് അഫാൻ ആ പെൺകുട്ടിയെ തലക്കടിച്ച് കൊല്ലുന്നത്. അതിനുശേഷവും ദേഷ്യം തീരും വരെ ആ കുട്ടിയുടെ തലയിൽ അവൻ ഉപദ്രവിക്കുകയുണ്ടായി. തലക്കടിച്ചതിന്റെ ക്രൂരത ആ ഒരു പെൺകുട്ടിയുടെ ദൃശ്യത്തിൽ നിന്ന് വ്യക്തമാണ്. ഫർസാനയുടെ മുഖത്ത് വെടിയേറ്റത് പോലെ തുളച്ചു കയറിയ ഒരു വലിയൊരു പാടാണ് ഉണ്ടായിരുന്നത്. എന്തായാലും പ്രതി അഫാൻ എല്ലാത്തിനും തുടക്കമിട്ടത് സ്വന്തം ഉമ്മയായിട്ടുള്ള ഷെമിയെ ആക്രമിച്ചത് കൊണ്ട് തന്നെയാണ് എന്ന് പ്രതി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. രാവിലെ പണം ചോദിച്ചതിനെ തുടർന്നുണ്ടായ വാഗ്വാദത്തിനെ തുടർന്നാണ് ഷെമിയുടെ മേലേക്ക് അഫാൻ കുതിര കയറുന്നത്. ഷെമിയുടെ ഷോൾ എടുത്ത് ഭിത്തിയിൽ തലയിടിപ്പിച്ച് കൊല്ലാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. രക്തം വാർന്നൊലിച്ച ഷെമിയെ മുറിയിൽ പൂട്ടിയിട്ട് അഫാൻ താക്കോൽ വീട്ടിലെ ശുചിമുറിയുടെ ഫ്ലഷ് ടാങ്കിൽ ഉപേക്ഷിച്ച് എന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഇതിനുശേഷമാണ് ബൈക്ക് എടുത്ത് മുത്തശ്ശി സൽമാ ബീവിയുടെ വീട്ടിലേക്ക് പോകുന്നത്. മുത്തശ്ശിയുടെ വീട്ടിലെത്തിയ അഫാൻ മാല ചോദിക്കുന്നു. തരില്ലെന്ന് പറഞ്ഞതോടെ സൽമാ ബീവിയെ അഫാൻ കൊലപ്പെടുത്തുന്നു, മാല കൈക്കലാക്കുന്നു. പിന്നാലെ മടങ്ങിയെത്തി മാല പണയം വെച്ച് കുറച്ച് കടം വീട്ടുന്നു. ശേഷം പിതാവിന്റെ സഹോദരൻ ലത്തീഫിനെയും ഭാര്യയെയും കൊലപ്പെടുത്തുന്നു. 3 ക്രൂര കൊലപാതകങ്ങൾക്ക് ശേഷം വെഞ്ഞാറമൂട്ടിൽ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയെത്തിയപ്പോഴാണ് മുറിയിൽ നിന്നും ഷെമിയുടെ ഞരക്കം അഫാൻ കേൾക്കുന്നത്. ഇതോടെ മുറിയിലേക്ക് കയറി ഷെമിയുടെ തലയ്ക്ക് വീണ്ടും അടിച്ചു പരിക്കേൽപ്പിക്കുന്നു. മരിച്ചെന്ന് കരുതി വീട് പൂട്ടിയിറങ്ങിയെന്നും അഫാൻ മൊഴി നൽകിയിട്ടുണ്ട്. അഫാൻ ഫ്ലഷ് ടാങ്കിൽ ഉപേക്ഷിച്ച താക്കോൽ പോലീസ് പേരുമലയിലെ തെളിവെടുപ്പിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞാണ് അഫാൻ ഫർസാനയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഗേറ്റ് പൂട്ടി താക്കോൽ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടെന്ന് മനസ്സിലാക്കിയതോടെ മതിലിന്റെ താഴെ ഇഷ്ടികകൾ അടുക്കി വെച്ചുകൊണ്ട് അതിൽ ചവിട്ടി മതിൽ ചാടിക്കടന്നാണ് ഫർസാനയുമായിട്ട് അഫാൻ വീടിനകത്തേക്ക് കയറിയത്. തുടർന്ന് ഫർസാനയെ വകവരുത്തിയെന്നും പണയം വെക്കാൻ തന്ന മാല ചോദിച്ചതിന്റെ പകയാണ് തനിക്ക് ഫർസാനയോടുണ്ടായതെന്നുമാണ്
അഫാന്റെ മൊഴി. ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല. അഫാൻ സ്വന്തം ബാപ്പയെ പോലും വെറുതെ വിട്ടില്ല. എന്തായാലും പ്രവാസ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന തന്റെ ബാപ്പയെ കൊല്ലാൻ തനിക്ക് സാധിക്കില്ല എന്ന് വ്യക്തമായ അഫാൻ ആ ബാപ്പയ്ക്ക് ഒരിക്കലും കിട്ടരുത് എന്ന് കരുതിക്കൊണ്ടാണ് ആ വീട് ഗ്യാസ് തുറന്നുവിട്ട് വീട് നശിപ്പിക്കാൻ ശ്രമിച്ചത് എന്നും അഫാൻ മൊഴി നൽകിയിട്ടുണ്ട്. എന്തായാലും അഫാൻ ഈ പറയുന്ന മൊഴികളൊക്കെ സത്യമാണോ എന്നതിൽ ഒരു സംശയമുണ്ട്. കാരണം അഫാൻ തുടക്കത്തിൽ പറയുന്ന കാര്യങ്ങളല്ല പിന്നീട് പറയുന്നത്. പല മൊഴികളിലും അഫാൻ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചത് എന്നതിന്റെ വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. അന്വേഷണം ശക്തമായി തന്നെ തുടരുകയാണ്.